Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Last class നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 3-ലെ ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അതിലെ ബോഡി ബിൽഡേഴ്സ് വരെ പറഞ്ഞു. ബോഡി ബിൽഡിങ്സ് വരെ പറഞ്ഞോളൂ അല്ലേ? ഓക്കെ. പ്രേയർ ആരാണ്? പ്രേയർ ആരാണ്? പ്രിയങ്കയാണോ? ഞാൻ പടാം. നിങ്ങൾ പ്രേയർ പറയാറില്ലേ? ഉണ്ട്, പറയാനുണ്ട്. ഓക്കെ, പറഞ്ഞോളാം. പ്രേയർ ആരാന്ന് വെച്ചാൽ പറഞ്ഞോട്ടോ. മഹിതമാം ഭക്തി അകതാരിലും വിളങ്ങട്ടെ ഭക്തി ചിരമായി വളരട്ടെ ജഗദീശാരി മഹിതമാം ഭക്തി അകതാരിലും വിളങ്ങട്ടെ ഭക്തി ചിരമായി വളരട്ടെ. താങ്ക് യു. താങ്ക് യു. ഇനി സൈൻ ഇൻ പറയാൻ ആരാണ്? അല്ലെങ്കിൽ തോട്ട്സ് ഓഫ് ദി ഡേ ആരാ പറയണേ? ഞാൻ പറയാം. ഓക്കെ പ്രിയങ്ക, പറഞ്ഞോടാ. മാം ഒരു മിനിറ്റ്, ഇതെടുത്ത് പൊക്കുന്നു, അങ്ങോട്ട് പൊക്കോട്ടോ. Hello, hi, this is Priyanka. Welcome back to our December 9th batch Montessori classroom presented by Smart Sri Education Paravu. Welcome my dear friends and one and only Abarna ma'am. Last day we are discussed about nutrition and balanced diet. That time she sorry ma'am. പറഞ്ഞോടാ. Morning ma'am. That time she gave one activity to all students. Prepare weekly healthy meal plan also. മാം അത് മിസ് ഇല്ലല്ലോ, മറ്റേ ഒരു മിസ് അല്ലേ തന്ന അശ്വതി. ആക്ച്വലി പീരീഡ് ഇന്ന് അശ്വതി മാമിന്റെ അല്ലേ മിസ്? ഞാനിപ്പോ അശ്വതി മാമിന്റെ ക്ലാസ് കയറിയിരിക്കുന്നതാ. മിസ് അല്ല തന്നത്, വേറെ മിസ്സാണ് തന്നത്. ചാപ്റ്റർ എടുക്കണത് ഹെൽത്ത് കെയർ ആണ് മിസ്സേ. അശ്വതി മിസ് എടുത്തത് ഹെൽത്ത് കെയർ ആണ്. ആ മിസ്സാണ് തന്നത് മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഞാൻ അയച്ചതാ. കാരണം ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. പ്രിയങ്ക നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഓരോ പ്രസന്റ് ചെയ്യാം. 1 minute സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല എന്താ പറയാ, ഒരു
എന്തെങ്കിലും 1 minute സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, 1 minute 2 minutes ഉള്ള സ്റ്റോറീസ് ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രയർ ഇംഗ്ലീഷിലേക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മലയാളം മോശമെന്നല്ല പറഞ്ഞിട്ട്, കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിൽ പ്രയർ പറഞ്ഞൊരു ശീലം വരും. അത് നല്ലതായിരിക്കും. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഫുഡിനെ കുറിച്ചായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അതില് എനർജി ഗിവിംഗ് അല്ലെങ്കിൽ എനർജി ഗിവിംഗ് ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞു, ബോഡി ബിൽഡിംഗ് ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. അപ്പൊ തന്നെ മനസ്സിലായി, സംരക്ഷണം നൽകുന്ന ഫുഡാണ്. നമുക്ക് എന്താണ് നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡുകളെ നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഡെഫിഷ്യൻസീസും ഡിസീസും ഒന്നും ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണ് നമ്മുടെ സെൽസിന്റെയും ടിഷ്യൂന്റെയും ഗ്രോത്തിനും ഹെൽത്തിനൊക്കെ നല്ലത്. സോ ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമുക്ക് എനർജി തരും, സ്ട്രെങ്ത് തരും. അതേപോലെ നമ്മുടെ മസിൽസ്, ടീത്തിന്റെ ഒക്കെ എനർജി അല്ലെങ്കിൽ അതിന്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. They also helps to maintain balance in the body. നമ്മുടെ ബോഡിയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് കോമ്പാക്ട് വിത്ത് ഇൻഫെക്ഷനെതിരെ എന്താണ് പോരാടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാണ് എന്ത്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ ഏതെല്ലാം ഫുഡ്സ് ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന്. ദ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് സ്റ്റഫ്സ് കണ്ടെയ്ൻ പ്രൊട്ടക്റ്റീവ് എസെൻഷ്യൽ സബ്സ്റ്റൻസ്, വെജിറ്റബിൾസ്, ഗ്രീൻ വെജിറ്റബിൾസുകൾ, fresh fruits, green leafy, fish, milk, egg, etc. include protective essence. ഇതെല്ലാമാണ് പ്രൊട്ടക്റ്റീവ് എസെൻസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പോയിന്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇല്ല മിസ്, ലാസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫുഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രൊട്ടക്റ്റീവ് ഫുഡ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ് കട്ടായത്. ഓക്കെ, ക്ലാസ് കട്ടായതാണല്ലേ? അങ്ങനെയല്ല, ക്ലാസ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ 3 ടൈപ്പ് ഫുഡാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്, എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ്, ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, 3 ഫുഡ്സിനെ കുറിച്ചും ഏകദേശം ധാരണ വന്നല്ലോ. എനർജി ഗിവിംഗ് ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള എനർജി നമുക്ക് തരുന്ന ഫുഡുകളാണ് എനർജി ഗിവിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ആണ്. ഇനി അടുത്തതാണ് നമ്മളിപ്പോ പറഞ്ഞ കുറെ ഫുഡുകൾ പറഞ്ഞു. അതിൽ പ്രോട്ടീൻ എന്താണ്, കമ്പോണൻസ് ഓഫ് ഫുഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് പ്രോട്ടീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫാറ്റ്സ് എന്താണ്, ഫാറ്റ്, അതേപോലെ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽ സോൾട്ട്, അതേപോലെ വൈറ്റമിൻസ്, ഇതിനെ കുറിച്ച് ഇതൊക്കെയാണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം കണ്ടന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള 5 കണ്ടന്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് പ്രോട്ടീൻ ആണ്. നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡിലെ പാർട്ടാണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. മോസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി ലൈക്ക് മസിൽസ്, നെയിൽ, ഹെയർ ആർ മെയ്ഡ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ മോസ്റ്റ് നമ്മുടെ മസിൽസും നെയിലും ഹെയർ ഒക്കെ എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പ്രോട്ടീൻ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്താ പ്രോട്ടീന്റെ ഫംഗ്ഷൻ നോക്കാം കേട്ടോ. പ്രോട്ടീൻ ആർ നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത്, വളർച്ചയ്ക്കും റിപ്പയറിനും, നമ്മുടെ ടിഷ്യൂസ് അതേപോലെ സെൽസിലൊക്കെ റിപ്പയർസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും നമുക്ക് എന്താവശ്യമാണ്, പ്രോട്ടീൻ ആവശ്യമാണ്. Therefore, food contain protein are known as body building food. അതുകൊണ്ടാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫുഡുകൾ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയും. ഇനി 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഒന്ന് അനിമൽ പ്രോട്ടീനും രണ്ടാമത് വെജിറ്റബിൾ പ്രോട്ടീനും ആണ്. ഓക്കെ, അനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നറിയോ? എഗ്, ഫിഷ്, മിൽക്ക്, മീറ്റ്, ഓക്കെ, മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ്, ഓക്കെ, സീ ഫുഡ്സ്, മീറ്റ്, ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ്, ഡയറി പ്രൊഡക്ട്സ്, യോഗട്ട്, ചീസിലൊക്കെ എന്തുണ്ട്, അനിമൽ പ്രോട്ടീൻ ഉണ്ട്. ഇത്രയും കാര്യത്തിലാണ് അനിമൽ പ്രോട്ടീൻ. ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ ഏതിലൊക്കെയാണ് ഉള്ളത്? carrots, beetroot, bീൻസ്,
ബീൻസ് ഒക്കെയാണ്. പൊട്ടറ്റോ, സ്പിനാച്ച്, ഗ്രീൻ പീസ്, മഷ്റൂം, സ്വീറ്റ് കോൺസ്, ബ്രോക്കോളി. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൽ എന്തുണ്ട്? വെജിറ്റബിൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് പ്രോട്ടീൻ പറഞ്ഞു, അതിൽ എന്തെല്ലാമാണ് അനിമൽ പ്രോട്ടീൻസ് എന്നുള്ള ലിസ്റ്റ് എഴുതാം. എന്റെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി, അസൈൻമെന്റ് ബുക്കിൽ എഴുതണ്ട കേട്ടോ. ഒരു ആക്ടിവിറ്റി ആണ്. എന്തൊക്കെയാണ് അനിമൽ പ്രോട്ടീൻസ്, ഏതെല്ലാം ഫുഡിലാണ് അനിമൽ പ്രോട്ടീൻസ് ഉള്ളത്, അതേപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഏതെല്ലാം ഫുഡിലാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് ഒരു ലിസ്റ്റ് പോലെ എഴുതാം. അനിമൽ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ്, വെജിറ്റബിൾ പ്രോട്ടീൻ എക്സാമ്പിൾസ്. ഓക്കെ, മനസ്സിലായത്? മാം എക്സാമ്പിൾസ് എഴുതിയാൽ മതിയില്ല മിസ്, ഡെഫിനേഷൻസ് അങ്ങനെ വേണ്ടല്ലോ. ഡെഫിനേഷൻ എക്സാമ്പിൾസ് മാത്രം മതി കേട്ടോ. ഓക്കെ, നമുക്ക് പ്രോട്ടീൻ നോക്കാം. പ്രോട്ടീൻ ആർ നെസസറി ഫോർ ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ. ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. അപ്പൊ പ്രോട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. പ്രോട്ടീൻസ് ആർ ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഒന്ന് അനിമൽ പ്രോട്ടീൻസും ഒന്ന് വെജിറ്റബിൾ പ്രോട്ടീൻസും. അനിമൽ പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ? dairy products and fish, meat. വെജിറ്റബിൾ പ്രോട്ടീൻ എക്സാമ്പിൾസ് ഏതാ പറഞ്ഞത്? Beetroot, broccoli, cabbage, mushroom, spinach. 10 ഐറ്റംസ് എങ്കിലും ഈ അനിമൽ പ്രോട്ടീൻസിലും വെജിറ്റബിൾ പ്രോട്ടീൻസിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. Okay, ma'am. Okay. The proteins are required for നോട്ടീസ് ചെയ്താൽ മതി കേട്ടോ. അത് എന്നിട്ട് മിസ് എങ്ങനെയാണ് കാണിച്ചു തരണ നോട്ട് ചെയ്ത് എഴുതിയത്? നിങ്ങൾ പ്രസന്റ് ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യിപ്പിക്കുള്ളൂ ക്ലാസ്സിൽ. നോക്കാം കേട്ടോ. പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ, എന്തിനൊക്കെ വേണ്ടിയാണ് പ്രോട്ടീൻസ് റിക്വയർ എന്നാ പറയുന്നത്? ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. നമ്മുടെ സെൽസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. നമുക്കറിയാം ബോഡി ബിൽഡിംഗ് ഫുഡാണ് പ്രോട്ടീൻ. അതുകൊണ്ട് പ്രോട്ടീൻ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ. നമ്മുടെ സെല്ല് നിങ്ങൾക്കറിയോ സെല്ല് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സെൽ എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെല്ലും വലുതാവുകയാണോ അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാണോ അല്ലെങ്കിൽ അത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാണോ? നിങ്ങളുടെ അഭിപ്രായത്തില് Multiplication. Cellular multiplication. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഗ്രോ ചെയ്യുന്നത്. അല്ലാതെ ഒരു സെല്ല് വലുതാവല്ല, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ, നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എക്സെട്ര. എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? എന്താണ്? ആ സെക്കൻഡ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ. നമ്മുടെ ബോഡി ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ സെൽസ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് പ്രോട്ടീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സെല്ല്. നമ്മളിപ്പോ വളരുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ വളരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ സെല്ല് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്പേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് സെൽ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ല് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വഴിയാണ് നമ്മുടെ സെല്ല് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. ദ ഫോർമേഷൻ ഓഫ് എൻസൈംസ്, അതേപോലെ ഹോർമോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ എല്ലാ ഫോർമേഷനും നമുക്ക് പ്രോട്ടീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡക്ഷനും നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ്. ദേ ഹെൽപ്പ് ആസ് ഇൻ റിപ്പയറിംഗ് ആൻഡ് റീപ്ലേസിംഗ് ബോഡി സെൽസ് ആൻഡ് ടിഷ്യൂ. ആ പോയിന്റ് നിങ്ങളുടെ ഇല്ല. ഇവര് നമ്മുടെ ബോഡിയിലെ സെൽസും ടിഷ്യൂസും റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. They help as in repairing and replacing body cells and tissue. Body cells tissues repair ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും നമുക്ക് എന്താ ഇമ്പോർട്ടന്റ് ആണ്? പ്രോട്ടീൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രോട്ടീനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒരു ബോഡി ബിൽഡിംഗ് ഫുഡാണ്. ഓക്കെ, പ്രോട്ടീൻ എന്തൊക്കെയാണ്? ബോഡി ബിൽഡിംഗ് ഫുഡാണ്. നമ്മുടെ ഗ്രോത്തിനും റിപ്പയറിനും എന്താവശ്യമാണ്?
ഗ്രോത്തിനും റിപ്പയറിനും ഡെവലപ്മെന്റ് ഓഫ് സെൽസിനും പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ റിപ്പീറ്റേഷൻ, നമ്മുടെ സെൽസ് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ്. അതേപോലെ എൻസൈംസ്, അതേപോലെ ഹോർമോൺസ്, അതിന്റെ ഫോർമേഷൻ നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിലെ എനർജി പ്രൊഡക്ഷനും എന്ത് ഇമ്പോർട്ടന്റ് ആണ്? പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എഴുതിയെടുക്കുന്നുണ്ട്. മിസ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഏതാണ്? ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞുതരാമോ? They help as in repair and replacing body cells and tissues. They help us in repairing and replacing body cells and tissue. നമ്മുടെ ബോഡി സെൽസും ടിഷ്യൂസും റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും പ്രോട്ടീൻ ആവശ്യമാണ്. ഒന്ന് വായിച്ചു നോക്കി പ്രോട്ടീൻ. എല്ലാവരും ഒന്ന് പ്രോട്ടീൻ വായിച്ചു നോക്കി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാം, പറഞ്ഞോടാ സിനി. ഇതിലിപ്പോ ടെസ്റ്റിൽ കാണിച്ചിരിക്കുന്ന 4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയില്ലേ? ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, ദി റിന്യൂവൽ ഓഫ്. പറയട്ടെ എടാ മോനെ, ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. മോനെ നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീൻ? ആദ്യത്തില് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, രണ്ടാമത്തെ ഫോർമേഷൻ ഓഫ് enzymes and hormones, production of energy in the body, sufficient level of essential fatty acids. അതില് നോട്ട് ദ ഫങ്ഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്, പ്രോട്ടീന്റെ ഫങ്ഷൻ അല്ലാത്തത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീന്റെ ഫങ്ഷൻ ഒക്കെ പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് പ്രോട്ടീന്റെ ഫങ്ഷൻ അല്ലാത്തത് അറിയാൻ പറ്റുള്ളൂ. ഓപ്ഷനിലെ മൂന്നാമത്തെ ഓപ്ഷൻസ് അല്ലേ മിസ് റോങ്? ഫോർത്ത് വൺ അല്ലേ? സൾഫേറ്റ് എന്ന് പറഞ്ഞില്ല മിസ്? എന്തായാലും ഫോർത്ത് വൺ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് തരാം. ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അതിന് അറിഞ്ഞുവിടൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ചാപ്റ്റർ എടുത്തതിന് ശേഷം നമുക്ക് തരാം. എന്നിട്ട് മോക്ക് ടെസ്റ്റിന് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. പിന്നത്തെ ചാപ്റ്ററിൽ നിന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രോട്ടീൻ ഓക്കെ
പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അടുത്ത് മൂവ് ചെയ്യുന്നത് ഫാറ്റിലേക്കാണ് കേട്ടോ. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഫുഡിലുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ഫാറ്റ്സ് ആർ ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ് ദാറ്റ് ആർ ദ മേജർ സോഴ്സ് ഓഫ് എനർജി ഫോർ ഹ്യൂമൻ. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് വേണ്ട മേജർ സോഴ്സ് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഏത് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ എ കീ കമ്പോണൻസ് ഓഫ് മെനി ഫുഡ് ഇൻക്ലൂഡിങ് മിൽക്ക്, ബട്ടർ, കുക്കിംഗ് ഓയിൽ ആൻഡ് മീറ്റ്. അപ്പോ ഇതിലൊക്കെ കീ കമ്പോണന്റ് ആയിട്ട് ബേസിക് ഫാക്ടർ ആയിട്ടുള്ളത് എന്താണ്? ഫാറ്റ് ആണ്. ഇതിവിടെ വേണ്ട കേട്ടോ. യെസ്, ഈ എസ് വേണ്ടത് വെട്ടിക്കളഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ വരില്ലേ, ഇവിടെ വരുമ്പോ ഈ സിയും വേണ്ട, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒന്ന് വെട്ടിക്കളഞ്ഞേക്ക്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് രണ്ട് ടൈപ്പ് എന്തുണ്ട്? ഫാറ്റ്സ് ഉണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റും. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണ്. അൺഹെൽത്തി ഫാറ്റ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് കാണുന്നത് അനിമൽ പ്രൊഡക്റ്റില്, ലൈക്ക് മീറ്റ്, അതേപോലെ തന്നെ ഡയറി പ്രൊഡക്റ്റിലൊക്കെയാണ് ഏത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത്. അൺഹെൽത്തി ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനാണ് ഏത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പോർഷനിലേക്ക് വരാം. ഫാറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരു കമ്പോണന്റ് ആണ്. ഫാറ്റ്സ് ആൻഡ് ഓയിൽ കൺസിസ്റ്റ് ഓഫ്, ഫാറ്റ്സും ഓയിലും എന്തൊക്കെയാ ഉള്ളതെന്നാ പറയണേ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഫാറ്റ്സ് ആർ ടു ടൈപ്സ്, രണ്ട് ടൈപ്പ് ഫാറ്റ്സ് ഉണ്ട്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻക്രീസ് ദ കൊളസ്ട്രോൾ കണ്ടന്റ് ഓഫ് ദ ബോഡി. നമ്മുടെ കൊളസ്ട്രോൾ കണ്ടന്റ് ആണ്, ബോഡിയിലെ കൊളസ്ട്രോൾ കണ്ടന്റ് കൂട്ടാനാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. യൂഷ്വലി ദ ഫാറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്യുന്ന ഫാറ്റ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ എക്സാമ്പിൾ, ഫാറ്റ്സിന് മൊത്തമായിട്ടുള്ള എക്സാമ്പിളാ പറയുന്നത് ബട്ടർ, ഗീ, egg, yolk, groundnut, milk, fish, etc. are the main source of fats. ഇതെല്ലാമാണ് നമ്മുടെ മെയിൻ സോഴ്സസ് ഓഫ് ഫാറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഫാറ്റ്സ് എന്തിനാ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ്സ് വേണ്ടത് ബോഡിക്ക്? നമ്മുടെ ബോഡിയിൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. പിന്നില്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും വാട്ടർ സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഓർ വിറ്റാമിൻസ് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഫാറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? മൃഗങ്ങളിൽ നിന്നുള്ള കൊഴുപ്പാണ്. എന്താണ് ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ് എന്നാ ചോദിച്ചത്? വിറ്റമിൻ എ, ഡി, ഇ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഓക്കെ, വൈറ്റമിൻസ് ഓർ വിറ്റാമിൻസ്, വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഓക്കെ, ഇത്രയും ഫാറ്റ്സിൽ മാത്രം, നമ്മുടെ ബോഡിയിൽ കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഗിരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സോളബിൾ ആവുള്ളൂ. അപ്പൊ നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഘടകമല്ല, പക്ഷെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ആവശ്യം. സാച്ചുറേറ്റഡ് അല്ല, അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്ന ഒരു ഫാറ്റ് ആണെങ്കിൽ, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ സോളബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫാറ്റ്സ് ആവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരൈറ്റമാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് എന്നോ ഒക്കെ പറയും. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന, മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് ഏതാണ്? അരി ഭക്ഷണമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്.
അരി ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, നോക്കാം കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് carbon, hydrogen, oxygen. The stuffy food, sugar, fruits are the main source of carbohydrate. മെയിൻ ആയിട്ടുള്ള സോഴ്സ് കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഷുഗർ, ഫ്രൂട്ട്സ്. അയ്യോ, അപ്പൊ ഷുഗർ ആണല്ലോ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ സോഴ്സ്. നിങ്ങൾ എന്താ പറഞ്ഞ? അരി ഭക്ഷണമാണ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്നല്ലേ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാല് ഷുഗറിന്റെ ഒരു ഫോം ആണ് ഏത്? സ്ട്രാച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ അരി ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നമ്മള് വെറുതെ പച്ച ചോറില്ലേ, കറികളൊന്നും കൂട്ടാണ്ട് വെറുതെ കുറച്ചു നേരം നമ്മുടെ ചോറ് വായിലിട്ടൊന്ന് ചവച്ച് നോക്കുക. കുറച്ചു നേരം നമ്മൾ വെള്ളമൊന്നും കഴിക്കാണ്ട് വെറുതെ കുറച്ച് പച്ച ചോറ് എടുത്തിങ്ങനെ കുറച്ചു നേരം എന്ത് ചെയ്യാം? ചൂ ചെയ്ത് നോക്കുക, ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് കുറെ ടൈം, കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മധുരപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചെറുപ്പത്തില് ചെയ്ത് നോക്കാനൊക്കെ ടീച്ചർമാരൊക്കെ പറയും. അപ്പൊ എന്താണ് അത്? ഒരു മധുരാണ് നമുക്ക് തോന്നാറ്, അല്ലേ? അപ്പൊ എന്താണ് അതിൽ കൂടുതലായിട്ടുള്ളത്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ആണ് എന്തിലുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള അരിഭക്ഷണത്തിലുള്ളത്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാല് ഷുഗറിന്റെ മറ്റൊരു ഫോം ആണ്. നോക്കാട്ടോ. Carbohydrates are required for the body to preserve heat metabolism, to satisfy hunger, to systematic glucose level in the body. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്? മെറ്റബോളിസം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. എന്താണ് മെറ്റബോളിസം? Changing food into energy. Converted into energy. It's a chemical reaction that convert food into energy. ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പല സ്ഥലത്ത് നമ്മൾ ഇനി മെറ്റബോളിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോ നിങ്ങളെ ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടുണ്ട് മിസ്സേ. The chemical reaction in the body cells that change food into energy. ഓക്കെ, കറക്റ്റ്. അപ്പൊ അത് എഴുതണ്ട. അപ്പൊ മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് വേണം. നമുക്കറിയാലോ, നിങ്ങൾ ഒരു നേരം അരി ഭക്ഷണം അല്ലെങ്കിൽ ചോറ് കഴിച്ചില്ല എന്ന് വിചാരിക്കും. രാത്രി നിങ്ങൾ ചോറ് കഴിച്ചില്ല, വേറെ എന്തെങ്കിലും നിസ്സാരം എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ അരി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ചപ്പാത്തി കഴിച്ചു, എന്നാൽ പോലും ചോറ് കഴിക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഒന്നും കഴിക്കാത്തൊരു ഫീലാണ്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേക കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അരി കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ റൈസ് കഴിച്ചില്ലെങ്കിൽ എന്റെ ഇന്നത്തെ ദിവസമേ പോയി എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അമൃതമായ വിഷമാണ് കേട്ടോ. എന്ന് വെച്ചാല് ഒരുപാട് എമൗണ്ട് ഓഫ് റൈസ് കഴിക്കുന്നത് ഷുഗർ, ഡയബറ്റിക് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവല്, സിസ്റ്റമാറ്റിക് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ കാര്യം പറയട്ടെ. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു? ഒരു പറ ചോറൊക്കെ കഴിക്കും, വലിയ പാത്രമായിരിക്കും, പാത്രം നിറയും ചോറ്. രാവിലെ, അതേപോലെ ഉച്ചയ്ക്ക്, രാത്രി 3 നേരവും അവർ ചോറാ കഴിക്കാറ്. രാവിലെ ആണെങ്കിൽ തലേന്നത്തെ ചോറാ കഴിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി എന്ത് കണ്ടന്റ് കൂടുതലാണ്? കാർബോഹൈഡ്രേറ്റും അതേപോലെ ഗ്ലൂക്കോസും കൂടുതലായിരിക്കും തലേന്നത്തെ ചോറാവുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, അതും ചോറാണ് കഴിക്കുന്നത്. രാത്രിയും ചോറ് കഴിക്കുമായിരുന്നു. അത് അന്നത്തെ ആൾക്കാർ നല്ല രീതിയിൽ എന്ത് ചെയ്യുമായിരുന്നു? പാടത്ത് പറമ്പത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുമായിരുന്നു? വർക്ക് ചെയ്യുമായിരുന്നു, എഫേർട്സ് എടുക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഞാൻ പറയാറുള്ള പോലെ എന്താ ചെയ്യുന്നത്? ദേഹം ഇറങ്ങിയിട്ടുള്ള പണിയൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും സർവീസ് സെക്ടറിലാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഹം ഇറങ്ങാണ്ട് തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇത്രയും എനർജിയുടെ ആവശ്യമില്ല, ഇത്രയും കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. സോ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റണേന്ന് അറിയാവോ? ഒരു 35 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഈ 35 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്തുണ്ട്? ഡയബറ്റിക് ഉണ്ട്. ഞാൻ ഒരു സർവേയിൽ വായിച്ചതാണ്, റിപ്പോർട്ടായിരുന്നു അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ് കേരളത്തില് ഈ നമ്മുടെ യൂത്തന്മാരെന്നൊക്കെ പറയും, അല്ലെങ്കിൽ യങ്ങേഴ്സ് അല്ലെങ്കിൽ
യങ്ങായിട്ടുള്ള പീപ്പിൾസിന് ഷുഗർ ആണ്, ഡയബറ്റിക് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെയൊക്കെ കാലത്തിലേ, നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 50-60 വയസ്സിലേക്കൊക്കെ പോകുമ്പോഴായിരുന്നു അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഷുഗർ ആണ്, ഡയബറ്റിക് ആണ്, ചായ മധുരമില്ലാത്ത ചായ മധുരമില്ലാത്ത ചായ മതി എന്നൊക്കെ പറയും. അത് ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഇന്നത്തെ തലമുറ എന്താ പറയുന്നതെന്ന് അറിയാവോ? ഇന്നത്തെ 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും എന്തുണ്ട്? ഡയബറ്റിക് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ അതും ടൈപ്പ് 1 അല്ല, പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഡയബറ്റിക് അല്ല, ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. 2 ടൈപ്പ് ഡയബറ്റിക് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഡയബറ്റിക് ആണ്. അത് നമുക്ക് മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാം. നെക്സ്റ്റ് ആണ് ടൈപ്പ് 2 ഡയബറ്റിക്. ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ജീവിതശൈലി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തോരം മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ എന്തോരം ഷുഗർ ആണ് കൺസ്യൂം ചെയ്തത് അതനുസരിച്ച് നമുക്ക് വന്നിട്ടുള്ള ഡയബറ്റിക് ആണ് എന്ത്? ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ എഫേർട്സ് എടുത്ത് നമ്മുടെ എനർജി ബേൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈപ്പ് 2 ഡയബറ്റിക് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഞാൻ ഈ ഡയബറ്റിക്കിനെ കുറിച്ച് പറയാൻ കാരണം, എന്റെ ഹസ്ബൻഡിന് 33 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തിന് 31 വയസ്സുള്ളപ്പോ ഡയബറ്റിക് ഞങ്ങള് ഒരു എന്തായിരുന്നു, കിഡ്നി സ്റ്റോൺ ആയിരുന്നു ആൾക്ക്. അപ്പൊ സ്കാൻ ചെയ്ത് നോക്കി, അപ്പൊ ലിവറില് ഫാറ്റ് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു ഫാറ്റ് ലിവർ ആണ്, വേറെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല, നോൺ ആൽക്കഹോളിക് ആണ് ആള്, അതേപോലെ തന്നെ വേറെ ദുശീലങ്ങളൊന്നുമില്ല. ആൾക്ക് ആകെ ഒരു ദുശീലമുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ അരിഭക്ഷണം നന്നായിട്ട് കഴിക്കും. എന്ന് വെച്ചാല് ഞാൻ വരുമ്പോ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഇവിടെ അമ്മ എന്ന് വെച്ചാൽ ഒരു പാത്രം നിറച്ച് ചോറ് കൊടുക്കും. ഞാൻ ഈ ചോറ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്നു, ഇത്രയും ചോറൊക്കെ ഇവര് കഴിക്കണേ. ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ 1-1.5 കിലോ ചോറ് കുറച്ചിടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് ചോറ് കഴിക്കുന്നത് ശീലമില്ല. വീട്ടിലായാലും എന്റെ ഫാമിലിയിലെ അച്ഛനായാലും എല്ലാവരും കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. ഞങ്ങൾ എല്ലാവരും ചെറുതായിരുന്നു, ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും തടിയൊക്കെ വെച്ചത്. അപ്പൊ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. ഞാനിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ അമ്മ പറയുന്ന ഡയലോഗാണ്, ഇവര് പണിയെടുക്കണല്ലേ, ജോലി ചെയ്യുന്നല്ലേ, അവർക്ക് എനർജി വേണ്ടേ, ആരോഗ്യം വേണ്ടേ, ആൺപിള്ളേരല്ലേ? ഓക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേപോലെ കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്തു, ഫിസിഷ്യനെ കാണിച്ചിട്ട് ചോദിച്ചു. ആദ്യം യൂറോളജിസ്റ്റിനെ കാണിച്ചത്, അത് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഫിസിഷ്യനെ റെഫർ ചെയ്തു. ഞങ്ങൾ ഫിസിഷ്യനെ കാണിച്ചു, ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്, കൊളസ്ട്രോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്. ഫാറ്റി ലിവർ എന്നാണല്ലോ പറഞ്ഞത്. ഫാറ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കാരണമാണോ അല്ലെങ്കിൽ ഷുഗർ കാരണമാണോ ഈ അസുഖം വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു. അപ്പോ ഫാറ്റി ഞങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൊളസ്ട്രോൾ കുറവാണ്, കൊളസ്ട്രോൾ നോർമലാണ്. പക്ഷെ നോക്കിയപ്പോ വില്ലനായിട്ട് നിന്നത് എന്താണ്? ഗ്ലൂക്കോസിന്റെ ലെവലാണ്. PBPS അതേപോലെ ഫാസ്റ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു 300 എബവ് 380 അടുത്ത് എന്തുണ്ട്? ഷുഗർ ഉണ്ട് ആൾക്ക്. അപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയണത് ഷുഗർ ആണ് ആൾക്ക് പ്രശ്നം. ഡോക്ടർ ഞങ്ങൾ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്തു. കാരണം ഈ ഒരു ലെവലിൽ പോകുകയാണെങ്കിൽ ഫാറ്റി ലിവർ കോംപ്ലിക്കേറ്റഡ് ആവും. നമുക്കറിയാം ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, ആൾ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു, കാരണം ഡയബറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, എന്നോട് ഡോക്ടർ പറഞ്ഞാണ് വൈഫായിരിക്കും ഫുഡൊക്കെ കൊടുക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫുഡ് എങ്ങനെ കഴിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ചോറ് ആള് നന്നായിട്ട് കഴിക്കും, വേറെ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ലെങ്കിലും ആൾക്ക് റൈസിനോട് ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് റൈസ് ഒഴിവാക്കാനായിട്ടാണ് എന്റെ അഭിപ്രായം. എന്നിരുന്നാൽ പോലും ഇത്രയും അഡിക്റ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ടൈമില് ഒന്നില്ലെങ്കിൽ മോർണിംഗ് വേണ്ട, നൈറ്റോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. ഒരു ലഞ്ച് ടൈമിൽ കുറച്ച് അരിഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് എനിക്കറിയാം, കുറെ കാര്യങ്ങൾ അറിയണമുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഡയറ്റ് പ്ലാൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡയറ്റ് പ്ലാൻ പറയാം. മോർണിംഗ് ആണെങ്കിൽ നമ്മള് എന്താണ്
കൂടുതലായിട്ട് അരി ഭക്ഷണങ്ങളൊന്നും എന്ന് വെച്ചാല് അരിയുടെ പുട്ട്, അങ്ങനത്തെ ഐറ്റംസ് അരിയായിട്ട് റിലേറ്റ് ചെയ്യണമൊന്നുമില്ല. എന്നാലും അരിയാണെങ്കിൽ പോലും ഉള്ളിൽ കൂടുതലുള്ള ടൈപ്പ് ഫുഡുകൾ, നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ ഐറ്റംസ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ചപ്പാത്തി. അപ്പൊ അതും കുറച്ച് കറിയുമാണ് കൊടുത്തത് ഫസ്റ്റ്. ആള് ചോറ് കഴിക്കുന്ന ആളാണ്. അപ്പൊ ആൾക്ക് വിശക്കും, എനിക്ക് ഉറപ്പാണ്. അധികം കൊടുക്കുന്നില്ല, അപ്പൊ വിശക്കും എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞങ്ങൾ കാര്യം ചെയ്തു, 11 മണിയായപ്പോഴേക്കും 11 മണിയുടെ ടൈം ആകുമ്പോൾ സാലഡ് കൊടുക്കാൻ തുടങ്ങി. നല്ല വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ലീമ്പൊക്കെ എന്ന് വെച്ചാൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് സാലഡ് ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ചെറുപയർ മുളപ്പിച്ചിട്ട് അത് അതിലിട്ട് കൊടുക്കും. അതേപോലെ സ്വീറ്റ് കോൺ, അത് കുഴപ്പമില്ലാത്തതാണ്, അപ്പൊ അതും കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു എന്താ പറയുക ഒരു 6 മാസത്തോളം ഈ ഒരു ഡയറ്റ് ഇങ്ങനെ ഫോളോ ചെയ്തു. അത് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കൊടുക്കും. നിർബന്ധമാണ് ആൾക്ക്. ചോറ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഷുഗർ കട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ കഴിക്കുന്ന ചായയിൽ ഷുഗർ കട്ട് ചെയ്തു. അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു. ഷുഗർ ഒന്നും കൊടുക്കൂല. മിഠായികൾ, ചോക്ലേറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്തു. ഈ ചോറാണ് അദ്ദേഹത്തിന് കമ്പൽസറി ആയിട്ട് വേണമെന്ന് പറഞ്ഞത്. ഞാൻ ഉച്ചയ്ക്ക് ചോറ്, ഓക്കെ കുഴപ്പമില്ല, ചോറ് കൊടുക്കും. ആ ചോറിനൊപ്പം നമ്മൾ കുറച്ച് ചോറ് കൊടുക്കും. കുറെ പച്ചക്കറികൾ കറിയൊക്കെ വെച്ച് പല ടൈപ്പ്, ചിലപ്പോൾ കുറച്ച് സാലഡ് ഉണ്ടാവും, കുറച്ച് തോരൻ, അതേപോലെ അങ്ങനെ കുറെ കറികളൊക്കെ വെച്ച് കൊടുക്കും. ഈ കറിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് മാറും ഏകദേശം. കാരണം കാർബോഹൈഡ്രേറ്റ് നമുക്ക് ബോഡിയിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് വിശക്കും, എപ്പോഴും വിശക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കൂടുതലായിട്ടുള്ള കറികളൊക്കെ കൊടുക്കും. ഇനി നൈറ്റിലേക്ക് വരാണെങ്കിൽ 7, 8 ആ ഒരു ടൈമിനുള്ളിൽ എന്ത് കഴിക്കും? നമ്മള് ലഞ്ച് ഡിന്നർ കഴിക്കും. അത് ചപ്പാത്തിയാണ്, കമ്പൽസറി ആണ്. 2 ചപ്പാത്തി കൊടുക്കുള്ളൂ. ആദ്യമൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു 3 ചപ്പാത്തി വേണമെന്ന്. പിന്നെ ഞാൻ ചപ്പാത്തിയുടെ എന്ത് ചെയ്തു, 3 ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി ചെറുതാക്കി പരത്താൻ തുടങ്ങി. 3 എണ്ണം കൊടുത്തു. എന്നാൽ എനിക്കിത് വലിയ ചപ്പാത്തി മതി, 2 എണ്ണം മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ഒരു ഇതില് ആളെ കൺട്രോൾ ചെയ്യിപ്പിച്ചു. ചപ്പാത്തി കൊടുത്തു. പിന്നെ ഞാൻ നൈറ്റ് എന്തെങ്കിലും ഇതെടുത്ത് വെക്കും. എന്നുവെച്ചാല് സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കും. കാരണം ക്യാരറ്റ് ഒക്കെ കഴുകി വെക്കും. കാരണം ആൾക്ക് വിശക്കും, ഷുഗർ ആണ്, ഡയബറ്റിക് ആണ്. അപ്പൊ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് കേട്ടോ. ഈ കൺട്രോൾ ചെയ്യണ വരെയും നമ്മുടെ ബോഡിയിൽ ഈ ഷുഗർ ലെവൽ കൺട്രോൾ ആവുന്ന വരെയും അവർക്ക് ഈ വിശപ്പ് വന്നുകൊണ്ടേയിരിക്കും. സോ ഞാൻ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കും. അപ്പൊ അത് കഴിച്ചോളും ആള് രാത്രി എഴുന്നേറ്റ്. ഭയങ്കര വിശപ്പായിരുന്നു. അപ്പൊ ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് ഞങ്ങളോട് ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളത് ഫുഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോളോ ചെയ്തോണ്ട് ഒരു 6 മന്ത്സ് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, സ്കാൻ ചെയ്ത് നോക്കി. സ്കാൻ ചെയ്തപ്പോ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു, അത് ഗ്രേഡ് 1 ആയിട്ട് കുറഞ്ഞു. ആളുടെ വെയിറ്റ് നന്നായിട്ട് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗറിന്റെ ലെവല് എനിക്ക് തോന്നുന്നു 180ലേക്ക് വന്നു. 380 180ലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ശരിക്കും പറഞ്ഞാൽ നോർമൽ എനിക്ക് തോന്നുന്നു 80 to 140 ആണ്. അത്രയ്ക്ക് എത്തിയില്ലെങ്കിലും 180ലേക്ക് 180 ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റി. 110 to 180 ആ ഒരു ലെവലാണ്. ഇപ്പൊ ഷുഗർ നോർമൽ ആണ്. ഇപ്പൊ നൈറ്റും ഇത്തിരി ചോറൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു നമ്മള് അത്രയും നല്ല രീതിയിലാണല്ലോ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ, ഇവളാണ്. അപ്പൊ കാണുന്നവരൊക്കെ പറയും ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഷുഗർ വരുമ്പോ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുമ്പോ, മെഡിസിൻസ് എടുക്കണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 3 മാസം മെഡിസിൻസ് എടുത്തു. മെഡിസിൻസ് എടുക്കാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെഡിസിൻസ് ഡോക്ടറിനെ പറഞ്ഞാൽ നിർത്തിക്കും, ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ മതി, ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല ആൾക്ക്. അപ്പൊ ഞാൻ കാർബോഹൈഡ്രേറ്റിന്റെ ദോഷം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഒരുപാട് അളവ് നമ്മൾ കുട്ടികൾക്കും എന്ത് കൊടുക്കരുത്, അരി ഭക്ഷണം കൊടുക്കരുത്. ചെറുപ്പത്തിലെ ശീലിപ്പിച്ച ശീലമാണ്. ഇവിടുത്തെ എന്റെ ഹസ്ബൻഡ് പറ്റിയത് എടുത്ത അമ്മ നന്നായിട്ട് അരി ഭക്ഷണം കൊടുക്കുമായിരുന്നു ചെറുപ്പത്തിൽ മുതൽ. അപ്പൊ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ അരി ഭക്ഷണം കുറച്ച് നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കാം. അപ്പൊ എന്റെ മോൻ ഇപ്പൊ ഹസ്ബൻഡിന് ഷുഗർ വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ആള് പ്രഗ്നന്റ് ആയത്. അപ്പൊ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞ് കുട്ടിക്ക് എന്ത് ചെക്ക് ചെയ്തപ്പ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ ഷുഗർ പെട്ടെന്ന് നോർമലായി. അപ്പൊ ചോദിച്ചു, അവിടുത്തെ ഡോക്ടർ ചോദിച്ചു മോന് ഷുഗർ ഉണ്ടായിരുന്നു ചോദിച്ചു. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട് ഓൾറെഡി, ടൈപ്പ് 2 ആണ്, അത് കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഹസ്ബൻഡിന് ഷുഗർ ടൈപ്പ് 2 ആയിരിക്കും, പക്ഷെ മോന് വരുന്നത് ടൈപ്പ് 1 ആയിരിക്കും, പാരമ്പര്യമായിട്ട് കൈമാറുന്ന ഷുഗർ ആയിരിക്കും, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലേ. അപ്പൊ എനിക്ക് ടെൻഷനായി. ഞാൻ പറഞ്ഞു എന്താ ചെയ്യാം, അത് കുട്ടീനെ ചെറുപ്പം മുതൽ ഷുഗർ അധികം കൊടുക്കാതിരുന്നാൽ മതി, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും.
എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യാം, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞു കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കുറച്ച് എന്തൊരു മധുരമൊക്കെ ഇട്ടാണ് കൊടുക്കാം. ഇവനാണെങ്കിൽ മധുരം കണ്ടിട്ടേയില്ല, മധുരമുള്ള ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്ക് 2 വയസ്സിനോട് അടുത്തായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മിഠായി കഴിച്ചത്, കോലു മിഠായി ആണ് ആദ്യമായിട്ട് അവൻ മധുരമായിട്ട് കഴിച്ചത്. ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്കറിയാം അത് പാരമ്പര്യമായിട്ടാണ് മധുരത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും. ആദ്യമായിട്ട് കോലു മിഠായി കഴിച്ചതാണ്. അപ്പൊ ഈ ഇടയ്ക്ക് കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കൺട്രോൾ ചെയ്യും. എന്ന് വെച്ചാല് ബാക്കിയുള്ള ഫുഡിലൊന്നും ഈ ഷുഗറും അരിഭക്ഷണവും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെ നോക്കുന്നത്. പക്ഷെ അവന് വരുന്നത് type 2 ഷുഗർ ആയിരിക്കും. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ, അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളില് ഷുഗർ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും. ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2 കുട്ടികൾക്ക് ഷുഗർ ഉണ്ട് മിസ്സേ. ഒരു 4 വയസ്സായ കുട്ടിക്കും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കും. അത് എന്ത് പറ്റിയത്, അങ്ങനെ ചെറുപ്പത്തിലേ വന്നത്? പാരമ്പര്യമാണോ? പാരമ്പര്യമാണോന്ന് എനിക്കറിയില്ല. ആ കുട്ടി ICUലൊക്കെ കിടന്നു. 4 വയസ്സായ കുട്ടി. അതിന് തീരെ മധുരം കൊടുക്കാൻ പാടില്ല. അതിന്റെ അമ്മ പ്രഗ്നന്റാ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കണ് എല്ലാ ഗർഭിണികളും ഇപ്പൊ 3 മാസം കഴിഞ്ഞാല് ഫുഡിന്റെ ഒരു ഇത് കൊടുക്കൂലോ, അപ്പൊ അതില് മധുരം തീരെ ഒഴിവാക്കാനാ പറയണേ. ഇപ്പൊ എന്റെ മോളിപ്പൊ പ്രഗ്നന്റ് ആണ്. അപ്പൊ മോളോടൊക്കെ ഇത് മധുരം ഒഴിവാക്കാനാ പറയണ. ഇപ്പൊ എന്താ വെച്ചാ ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഷുഗർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് എന്താ കോംപ്ലിക്കേഷൻ വരും ഡെലിവറിയുടെ സമയത്ത്. നമുക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അതുകൊണ്ടാണ് മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയുന്നത്. കുട്ടികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി കുട്ടികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കൊണ്ടാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ്, നമ്മൾ ആൾക്കാരൊക്കെ വരുമ്പോ എന്താ ലഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളാണ് കൊണ്ടു കൊടുക്കുന്നത് അല്ലേ. നമ്മളിപ്പോ ഒരു പ്രഗ്നന്റ് വുമനെ കാണാൻ പോകുമ്പോൾ കുറെ ലഡു, കുറെ പേട, കുറെ ജിലേബി ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. ആ ഒരു ശീലം നമ്മൾ നിർത്താം. കാരണം എന്താണ്, അവർക്ക് ആവശ്യ സമയത്ത് കുറച്ച് പ്രോട്ടീൻസ്, കുറച്ച് നട്ട്സും, കുറച്ച് എന്താ പറയാ കാഷ്നട്ടോ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്തി ആണ്, അത് കുഴപ്പമില്ല. പക്ഷെ മറ്റേ എന്താ പറയാ ഷുഗർ ആയിട്ടുള്ള ലഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഞാൻ ആരെങ്കിലും ഇപ്പൊ ഇങ്ങനെ കാണാനെങ്ങാനും പോവാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഞാനേ പോയി സാധനം വാങ്ങിക്കോളൂ. എനിക്ക് ഇഷ്ടമായിട്ടുള്ള നട്ട്സുകൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അല്ലാതെ സ്വീറ്റ്സ്. അപ്പൊ എന്റെ അമ്മ ചീത്ത പറയും, എന്തി കൊച്ചി ഒരു പെങ്കൊച്ചിനെ കാണാൻ പോകണില്ലേ, കുറച്ച് മധുരം വേണ്ട കയ്യില്, മധുരം കൊണ്ടു കൊടുക്കണം എന്നല്ലേ നമ്മുടെ ചടങ്ങ്. അങ്ങനെയൊന്നല്ല അമ്മ, ഇപ്പൊ ഇങ്ങനെയാണ്, ഇങ്ങനെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്യാം. എനിക്കറിയില്ല ഇപ്പൊ എന്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരുന്നല്ലോ. ഓക്കെ, ഇനി മിനറൽ സോൾട്ട്, ഉപ്പ് കുറവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സോൾട്ടിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്ത് അസുഖമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തൊക്കെ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കാം അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ഏതാണ്? അയഡിന്റെ കുറവ് വരും. അയഡിന്റെ കുറവുണ്ടോ മോനെ? സോൾട്ടിന്റെ ഒരു ഫോമാണ് അയഡിൻ. അപ്പൊ അയഡിന്റെ കുറവ് അല്ലെങ്കിൽ സോൾട്ടിന്റെ കുറവ് മൂലം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചത്. പ്രഷർ ഓക്കെ. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും തൈറോയ്ഡ് ഉണ്ടോ? ആർക്കാണ്? മോനാണോ? എനിക്ക് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ? ഹൈപ്പർ. ഓക്കെ, എനിക്ക് ഹൈപ്പോ തൈറോയിഡ് ആണ്. തൈറോയ്ഡ് കുറവാണ്, ഉപ്പിന്റെ അളവ് കുറവുണ്ട്, ബോഡിയിൽ ഉപ്പിന്റെ അളവ് കുറവ് ഉള്ളത് കൊണ്ട് വന്ന തൈറോയ്ഡാണ് എനിക്ക്. നമ്മള് തോട്ടത്തിൽ ഇവിടെ ആയിട്ടൊരു എന്താണ് ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഗ്ലാൻഡ്, കുറച്ച് ക്യാമറയിൽ ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഗ്ലാൻഡ് ഇങ്ങനെ വീർത്ത് വരും. ആ സമയത്ത് തോട്ട് നമുക്ക് ഒട്ടും സംസാരിക്കാനൊന്നും പറ്റാത്ത പോലെ ആവും. എനിക്ക് അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ വന്ന് മാറിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വന്ന് അത് കുറഞ്ഞിട്ടുള്ളൂ. മരുന്ന് ഒരു ആഴ്ച സ്കിപ്പ് ചെയ്താണ്, മരുന്ന് കഴിക്കാതെ കിട്ടിയത്. അപ്പോഴാണ് ഈ തൈറോയ്ഡ് കൂടിയത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ സോൾട്ടിന്റെ ഉപ്പിന്റെ കുറവ് കൊണ്ട് വരും. അപ്പൊ ഞാൻ എന്റെ തൈറോയ്ഡ് വന്ന ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഹിസ്റ്ററിയാണ്. എന്റെ അച്ഛന് പ്രഷറാണ്. അച്ഛന് പ്രഷർ ഉണ്ട്. പ്രഷർ കൂടുതലായതുകൊണ്ട് അച്ഛൻ ചെറുപ്പത്തിലെ, എന്റെ ചെറുപ്പത്തിലെ പ്രഷർ ഉണ്ട്. അപ്പൊ വീട്ടിൽ ഉപ്പ് കുറവാണ് യൂസ് ചെയ്തിരുന്നത്. എല്ലാ കറിയിലും ഉപ്പ് കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് കുറവാണ്. അതേപോലെ കടൽ മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫിഷ് ഒന്നും അച്ഛൻ കഴിക്കില്ല.
കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊന്നും കഴിക്കൂല. അതായത് എനിക്ക് തോന്നണ അച്ഛന് പ്രഷർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കടലിൽ നിന്നുള്ള മീനുകളൊന്നും എന്ത് ചെയ്യില്ല, കഴിക്കൂലായിരുന്നു. അങ്ങനെ വന്നപ്പോ എനിക്ക് എന്ത് വന്നു, ചെറുപ്പത്തിൽ 13 വയസ്സൊക്കെ ആയ സമയത്ത് എന്റെ തോട്ട് ഇങ്ങനെ വീർക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മള് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്, വളർച്ചയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ടീച്ചർ, എന്റെ ടീച്ചർ, ബയോളജി ടീച്ചർ പറഞ്ഞു, ഒരു തോട്ടിന് എന്തൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഒരു എന്തോ തോന്നുന്നുണ്ട്, മോനൊന്ന് ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ ENT-നെയോ അല്ലെങ്കിൽ ENT-നെ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചുനാൾ വെറുതെ പോകണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ ടീച്ചർമാരും പറഞ്ഞു തുടങ്ങി. ടീച്ചർമാർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, അവർക്ക് കൂടുതൽ അറിവുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മയോട് വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മയുടെ തൊണ്ടയിൽ എന്തോ പ്രശ്നമുണ്ട്. ടീച്ചർ പറഞ്ഞു ഒന്ന് ENT-നെ പോയി കാണാന്ന് പറഞ്ഞു. ENT-നെ പോയി കണ്ടപ്പോ അവിടെ നിന്ന് കുറെ ടെസ്റ്റ് ഒക്കെ എഴുതി. അപ്പൊ എനിക്ക് TSH കുറവാണ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറവാണെന്ന് അന്ന് മനസ്സിലായി. കുറവാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉപ്പ് കഴിക്കാറില്ലേ? എന്റെ വീട്ടിലെ ചോറിൽ പോലും ഉപ്പിട്ട് തരില്ലായിരുന്നു. മനസ്സിലായോ? ചോറിലൊക്കെ ചില ഏരിയയിൽ ഉപ്പിട്ടാണ് ഭക്ഷണം കൊടുക്കുക. ഉപ്പിട്ടിട്ടല്ല നമ്മൾ ചോറൊക്കെ കഴിക്കാം. എന്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഉപ്പിട്ട് ചോറ് കഴിക്കില്ല, ചോറിൽ ഉപ്പിട്ട് കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മെഡിസിൻ എഴുതാം, എത്ര കാലം കഴിക്കണമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല, ഉറപ്പൊന്നും തരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതെന്താണ്, എത്ര നാൾ കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് കുറെ അയഡിൻ അടങ്ങിയിട്ടുള്ള ഉപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയഡിൻ അടങ്ങിയ ഉപ്പ് മാത്രം, കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല. അയഡിൻ അടങ്ങിയ ഉപ്പ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഉപ്പാണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്തത്, എനിക്ക് വേണ്ടി മാത്രമായിട്ട്. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ്, ഇതെല്ലാം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ക്യാബേജ്, പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കോളിഫ്ലവർ കഴിക്കാറില്ല, ക്യാബേജ് കഴിക്കാൻ പാടില്ല, പൊട്ടറ്റോ കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തു. പക്ഷെ തൈറോയ്ഡ് നോർമൽ അല്ല. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു 13 വയസ്സ് മുതൽ ഞാൻ 26 വയസ്സ് വരെ, എത്ര കൊല്ലം, 13 കൊല്ലം ഞാൻ തൈറോയിഡിനെ മരുന്ന് കഴിച്ചു. അപ്പം കഴിഞ്ഞ സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത് ഈ തൈറോയ്ഡ് പെട്ടെന്ന് നോർമലായി. ഞാൻ വിചാരിച്ചു എന്ത് നോർമൽ ആവണേ, ഡെലിവറി കഴിയുമ്പോ തൈറോയ്ഡ് വീണ്ടും വരും. മെഡിസിൻ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും നോർമലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തൈറോയ്ഡ് മാറി, ഡെലിവറി കഴിയുമ്പോൾ തൈറോയ്ഡ് മാറി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ തൈറോയ്ഡ് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മെഡിസിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. 1 ഇയറോളം ഞാൻ മെഡിസിൻ കഴിക്കാണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്ക് വീണ്ടും തോട്ട് ഇൻഫെക്ഷൻ വന്നു. ഭയങ്കരമായിട്ട് ഞാൻ വേർത്ത് വരും, നമുക്ക് സൗണ്ട് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്താണ്, തൈറോയ്ഡ് ഇത്തിരി കൂടുതലാണ്. എന്നുവെച്ചാല് TSH-ന്റെ അളവ് വീണ്ടും എന്നുവെച്ചാല് TSH-ന്റെ അളവ് കുറഞ്ഞു. അപ്പൊ എനിക്ക് തൈറോയ്ഡ് കൂടി. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ വീണ്ടും ഡോക്ടർ എനിക്ക് മെഡിസിൻ എഴുതി, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുകയാണ്, മുടക്കൊന്നും വരുത്തണം. അപ്പൊ സോൾട്ടിന്റെ അളവ് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഗോയിറ്റർ, തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയ്ഡ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിനറൽ സോൾട്ട്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്ങിന് എന്താവശ്യമാണ്, മിനറൽ സോൾട്ട് ആവശ്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂ. നമ്മുടെ ഗ്രോത്ത്സ്, അതേപോലെ ടിഷ്യൂസിന്റെ റിപ്പയർസിന് നമുക്ക് എന്താവശ്യമാണ്, സോൾട്ട് ആവശ്യമാണ്. സം ഓഫ് വെരി ഇമ്പോർട്ടന്റ് മിനറൽസ് ആണ്, മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ്, സോൾട്ട് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ ഇട്ട നോക്കുക. Their sources are buttermilk, ghee, fish, meat, liver, pineapple, groundnuts ഒക്കെയാണ് മിനറൽസിനുള്ള ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ഒന്ന് വായിച്ചു നോക്കിയാൽ അവരും. സ്ക്രോൾ ചെയ്യാമോ ഫാറ്റിന്റെ ഭാഗം? ഓക്കെ സ്ക്രോൾ ചെയ്യാം. മാം ഫാറ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഓക്കേടാ, ഞാൻ നോക്കട്ടെ കേട്ടോ. നിങ്ങക്ക് ഇപ്പൊ കാണുന്നുണ്ട്. ഇല്ല, ടെക്സ്റ്റ് പറ്റിയിട്ടില്ല.
ടെസ്റ്റ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ട് മാം, 7 ഇതുവരെ to 10 കിട്ടിയിട്ടില്ല. ഡേയ്സിലേ വരുള്ളൂ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ ലേറ്റ് ആവുന്നേന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും. ഒന്നുകൂടെ നിങ്ങളുടെ ആവശ്യമാണ് ടെസ്റ്റ് കിട്ടാന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാൻ പഠിച്ച കാലത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലൊക്കെ ഓഷൻസ് റെഫർ ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നുവെച്ചാൽ മറ്റു ബാച്ചുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് നിങ്ങൾ PG എടുത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഡിപ്ലോമ ആയാലും നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഇതിപ്പോ ഫാക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ ഒന്ന് റെഫർ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് ബുക്സുകള്, അതേപോലെ വർക്കുകൾ ചെയ്യും. നിങ്ങൾ ചാർട്ടിലും അതേപോലെ തന്നെ ഒരുപാട് വർക്കുകൾ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ആ വർക്ക് ചെയ്യുന്ന ഷീറ്റുകള്, അതേപോലെ അസൈൻമെന്റ് ബുക്ക്, പിന്നെന്താണ് നമ്മുടെ റെക്കോർഡ്. ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അക്കാദമിക്. നമ്മൾ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ സർട്ടിഫിക്കറ്റും, പിന്നെ ഇതിന്റെ ഒരു പാർട്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റും. ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. എന്റെ ടെക്സ്റ്റ് ബുക്ക് മുതൽ റെക്കോർഡ് ബുക്ക് വരെ നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇതെല്ലാം അസംബിൾ ചെയ്യണം. അല്ലാതെ A4 ഷീറ്റിൽ ഒന്നും ചെയ്യേണ്ട. അസൈൻമെന്റ് ബുക്കിൽ ചെയ്താൽ മതി. കാരണം A4 ഷീറ്റ് ആവുമ്പോൾ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാം. നമുക്ക് അതൊന്ന് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനൊക്കെ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണ്, ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഐറ്റംസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം സൂക്ഷിച്ച് നല്ല രീതിയിൽ സേഫ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ അസറ്റ് ആണ്. നമുക്ക് ഭാവിയിലേക്ക് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിൽ വേണം, അവൈലബിൾ ആയിരിക്കണം കേട്ടോ. ടെസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ കൃഷ്ണ പറഞ്ഞോടാ. മാം, നമ്മൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവില്ലേ, പ്രാക്ടിക്കൽസ് അതിന്റെ നമ്മൾ എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതിന്റെ പ്രാക്ടിക്കൽസിനാണോ റെക്കോർഡാണോ മോൻ ഉദ്ദേശിക്കുന്നത്? അതെന്നോട് എന്റെ മോളുടെ ക്ലാസ് ടീച്ചർ മോണ്ടിസോറി പഠിച്ചതാണ്. അപ്പൊ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ടീച്ചർ ചോദിച്ചു പ്രാക്ടിക്കൽസ് ഒക്കെ എവിടെയാണ് സബ്മിറ്റ് ചെയ്യണത്, എവിടെ കൊണ്ടുവല്ലാനാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ്. റെക്കോർഡുകൾ നമ്മള് വൈവേ വരില്ലേ, എക്സാം ഉണ്ട്, വൈവേ എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ റെക്കോർഡ്സ് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യിപ്പിക്കുക. അപ്പോ ആ സമയത്തായിരിക്കും മാർക്ക് ഒക്കെ എൻട്രി ചെയ്യുന്നത്. അതേപോലെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട് നമുക്ക്. 3ാമത്തെ മൊഡ്യൂൾ ഫുൾ പ്രാക്ടിക്കൽസ് ആണ്. അതിൽ കുറച്ച് പോർഷൻ നേരിട്ട് കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് വീഡിയോ നമ്മൾ ടീച്ചേഴ്സ് ചെയ്ത് പറഞ്ഞു തരായിരിക്കും. അത് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇടും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് കുട്ടികൾ പല സ്ഥലത്തു നിന്നും എവിടേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ സെന്ററിലേക്ക് വന്ന് പഠിക്കാം, ഞങ്ങൾ വന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കോ അടുത്ത വീക്കൊക്കെ ആയിട്ട് അവര് വരും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പ്രാക്ടിക്കൽസ് ചെയ്യും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും വരാൻ പറ്റില്ല, കാരണം ഒരുപാട് പേര് പുറത്തുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ടൈം അനുസരിച്ച്, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മളത് എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളൊക്കെ നല്ല റെഡി ആയിട്ട് വില്ലിങ് ആയിട്ട് വരാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 2 days ആണ്, 2 days 1 day ആണെന്ന് തോന്നുന്നു. ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവർ വരാം. ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരമുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. അവരെല്ലാവരും വന്ന് പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. പ്രോമിസിംഗ് തോന്നുന്നു എക്സാം ഒക്കെ അവർ കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കൽസും കൂടി ഉള്ളൂ. ടോട്ടൽ മാർക്ക് നമുക്ക് എന്താണ് ടോട്ടൽ മാർക്ക് എത്ര നമുക്ക്? അത് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മോഡൽ എക്സാം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സെഷന്റെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അത് സാറായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിഷ ടീച്ചർ ആയിരിക്കും. ഇവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തുള്ളത് അധികാരമുള്ളത്. അതുകൊണ്ട് അത് അവരായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ആ ടീച്ചർ അങ്ങനെ പറഞ്ഞില്ലേ, ടീച്ചർ പറഞ്ഞ പോലെ ആയില്ലല്ലോ എന്ന് പറയില്ലേ. അത് വെറുതെ മിസ്റ്റേക്ക് വരണ്ടല്ലോ. ഒരു ബുക്ക് വെച്ചിട്ട് ചെയ്യാമോ, അല്ലെ? ഓരോരുത്തർക്കും ഓരോ ബുക്ക് വേണ്ടി വരും. നോട്ട്ബുക്ക് ആണോ ഉദ്ദേശിച്ചത്? അസൈൻമെന്റ് നോട്ട്ബുക്കിലാക്കും. അസൈൻമെന്റ് ബുക്ക് ഒറ്റ ഒരെണ്ണം മതി. ഒരു വലിയ A4 ഷീറ്റിനേക്കാളും വലിയൊരു അസൈൻമെന്റ് ഒരു ബുക്കില്ലേ, A4 ഷീറ്റിനേക്കാളും ആ ബുക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ അസൈൻമെന്റ് ബുക്ക് ഓക്കെയാണ്. നോട്ട്ബുക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു
കോളേജ് ബുക്കിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ് എഴുതാം. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന് ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് എടുക്കാം. അത് ഇത്തിരി മൊഡ്യൂൾ 2 ഇത്തിരി വലുതാണ്. സോ ഇംഗ്ലീഷിന് ഒരു സെപ്പറേറ്റ് ബുക്ക് എടുക്കാം. ഇംഗ്ലീഷ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നതും ഒരു എന്താ പറയാ CBSE അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആക്കാനും നമ്മുടെ കഴിവ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും സാറ് ഹെൽപ്പ് ചെയ്യും. സാറല്ലേ എടുക്കണേ? ജോസ് സാറല്ലേ? അതെ. അപ്പൊ അത് സാർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാനൊരു ചെറിയൊരു ആക്ടിവിറ്റി തന്നോട്ടെ. അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് ഈ കോളേജ് ബുക്ക് പോലത്തെ നീളമുള്ള ബുക്ക് അല്ലേ? അതെ, നീളമുള്ള ബുക്ക്. കുറച്ചും കൂടി നീളമുള്ള ബുക്ക് ഉണ്ട് കോളേജ് അത് എനിക്ക് തോന്നുന്നു കടകളിൽ അവൈലബിൾ ആണ്. അതായാലും കുഴപ്പമൊന്നുമില്ല. അസൈൻമെന്റ് ബുക്ക് ഒന്ന് എഴുതി പുറത്തൊട്ടിച്ച് വെക്കാം. നമുക്ക് അങ്ങനെ മതി. കാരണം നിങ്ങൾക്ക് മിക്കതും സ്കാൻ ചെയ്തായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ മിസ്. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും സെപ്പറേറ്റ് അസൈൻമെന്റ് ബുക്ക് വേണം? വേണ്ട, ഒറ്റ അസൈൻമെന്റ് ബുക്ക് മതി. ഇത്തിരി വലുതായാൽ മതി എന്നുള്ളൂ. 100 പേജസ് എന്നല്ല, കുറച്ച് ഇത്തിരി പേജസ് ഉള്ള അസൈൻമെന്റ് ബുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. റെക്കോർഡിന്റെ വലുതാത്തതാണ് അസൈൻമെന്റ് ബുക്കിന് വേണ്ടത്. പിന്നെ റെക്കോർഡിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ടൈം ആയിട്ടില്ല. 3 months ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളോട് റെക്കോർഡിന്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ജിഷ ടീച്ചറായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഞാനായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അത് ആ ടൈം ആകുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം. പിന്നെന്താണ്, നാളെ വരുമ്പോ നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻസിന്റെ കാര്യം പറഞ്ഞു. അനിമൽ പ്രോട്ടീൻസ് നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫ്രൈഡേ ഞാനായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേ? പ്രോട്ടീൻസിൽ അനിമൽ പ്രോട്ടീൻസിന് എക്സാമ്പിളും വെജിറ്റബിൾ പ്രോട്ടീൻസിന് എക്സാമ്പിൾസും നോക്കാം. ദെൻ ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും വാട്ടർ സോളബിൾ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് ഇത് എടുത്തോ. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് ഏതൊക്കെയാണ്? വാട്ടർ സോളബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് എഴുതണം. അത് ഏതൊക്കെ ഫുഡിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നും കൂടി പറയണം. ഓക്കെ, ഏതെല്ലാം ഫുഡിലാണ് വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ ഇ ഏത് ഫുഡിനാണ് അടങ്ങിയിരിക്കുന്നത്? എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിന്റെ ഗ്രോയിന് അല്ലെങ്കിൽ എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട് വരുമോ? ഒന്നും കൂടെ പറഞ്ഞേ. പറയാണ് ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എ ആണ്. ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അത് ക്യാരറ്റ്, അമരാന്തസ്, മിൽക്ക് പ്രൊഡക്ട്സ്, ലിവർ, പീ അങ്ങനത്തെ ഐറ്റംസിലാണ് കൂടുതലായിട്ടുള്ളത്. വൈറ്റമിൻ എ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയറിനൊക്കെ വളരെ നല്ലതാണ് എന്നാണ് വൈറ്റമിൻ എനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വൈറ്റമിൻ എനെ കുറിച്ച് എഴുതണം, ഡീനെ കുറിച്ച് എഴുതണം, ഇനെ കുറിച്ച് എഴുതണം, കെനെ കുറിച്ച് എഴുതണം. ഇനി വാട്ടർ സോളബിൾ ആയിട്ടുള്ള 2 വൈറ്റമിൻസ് ഉണ്ട്, ബി, സി. ഇത്രയും മാത്രം മതി. അതല്ലാണ്ട് അതിന്റെ സബ് ആയിട്ടുള്ളതൊന്നും വേണ്ട. എ, ഡി, ഇ, കെ, സി, ബി ഈ 4 വൈറ്റമിൻസ് വാട്ടർ സോളബിൾ ഏതൊക്കെയാണ്, ഫാറ്റ് സോളബിൾ ഏതൊക്കെയാണ്, ഇത് ഏതെല്ലാം ഫുഡിലാണ് അടങ്ങിയിരിക്കുന്നത്, ഇത് എന്തിന്റെയൊക്കെ ഗ്രോത്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 2 ആക്ടിവിറ്റീസും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, വാട്ടർ സോല്യൂബിൾ ഒന്നും കൂടെ വിറ്റമിൻ ബി, ഗൂഗിളിൽ വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി. അപ്പം തന്നെ വരും. അതിന്റെ എക്സാമ്പിൾസ് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ വരും കേട്ടോ. നിങ്ങൾ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. മിസ്സിന്റെ ആക്ടിവിറ്റി എല്ലാവരും ചെയ്ത് കാണിച്ചായിരുന്നു കഴിഞ്ഞ ആക്ടിവിറ്റി? അത് മിസ്സിന്റെ അല്ല. ഓക്കെ, എന്റെ ആക്ടിവിറ്റി ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഈ 2 ആക്ടിവിറ്റി നമ്മുടെ നോട്ടിലല്ലേ ചെയ്യേണ്ടത്? അതെ, നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്. എന്റെ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. മിസ്, എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഏതാണ് നമ്മുടെ വിഷയം വരുന്നത്? ഏതാണ് വിഷയത്തിന്റെ പേരാണ് ഉദ്ദേശിച്ചത്? നമ്മുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് ഞാനിപ്പോ എടുക്കുന്ന പോർഷന്റെ പേര്. അതല്ല മിസ്സേ, ഇപ്പൊ സൈക്കോളജിയുടെ ക്ലാസ് കഴിഞ്ഞുണ്ടായിരുന്നു. അതേപോലെ ഇത് അത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേരാണോ? ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. ടോട്ടൽ വരുന്നത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസ് ഇട്ടിട്ടുണ്ടോ? അതാണ് ചോദിക്കുന്നത്. എന്താണ്?
ഓരോ സബ്ജക്ട് വൈസ് പിന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ഇംഗ്ലീഷ് ഒരു സബ്ജക്ട്, സൈക്കോളജി ഒരു സബ്ജക്ട്. അപ്പൊ മാം ഏത് സബ്ജക്റ്റ് എടുക്കുന്നത് ചോദിക്കുന്നത്? ഹെൽത്ത് അതാണ് ആൻഡ് ചോദിക്കുന്നത്. ന്യൂട്രീഷൻ എന്നാണ് എന്റെ സബ്ജക്റ്റിന്റെ പേര്. അപ്പൊ നോട്ട് എഴുതുമ്പോ നമ്മളതൊന്ന് ഹെഡിങ് പോലെ എഴുതാൻ വേണ്ടിട്ടാണ് മിസ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാടാ. സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം സിലബസ് ഇടാട്ടെ ക്ലാസ് റൂമിൽ. ഓക്കെ, അപ്പൊ അതൊരു ക്ലാരിറ്റി ഉണ്ടാവും. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ടെസ്റ്റ് കിട്ടാത്തോണ്ട് ഞങ്ങൾക്ക് ഒന്നും തിരിയുന്നില്ല ടീച്ചറെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അത് വേഗം അവൈലബിൾ ആക്കാനായിട്ട് പറയാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, സൈൻ ഔട്ട് ഇല്ലെങ്കിൽ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈൻ ഔട്ട് പറയണം. സൈൻ ഔട്ട് എന്ന് പറയുന്നത് ഇന്ന് എടുത്ത